ഒതായി മനാഫ് വധക്കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക രണ്ടാം സാക്ഷി ഫാത്തിമയ്ക്ക് കൊടുക്കണമെന്നും കോടതി വിധിച്ചു. CV അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, കുറ്റക്കാരനെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നതാണ്, ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് ഈ മനാഫ് വധക്കേസിലെ നിർണായകമായ വിധി വന്നത്. ആ കേസിലെ ഒന്നാം പ്രതിയായ ഷഫീഖിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. മറ്റു 3 പേരെ വെറുതെ വിട്ടിരുന്നു. ഷഫീഖിന് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി. അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കൊലക്കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയും ഷഫീഖ് കെട്ടിവെക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇത് പിഴത്തുക രണ്ടാം സാക്ഷിയായ ഫാത്തിമ, കൊല്ലപ്പെട്ട മനാഫിന്റെ സഹോദരി കൂടിയാണ് ഫാത്തിമയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറെ കാലം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണിപ്പോൾ ഈ മനാഫ് വധക്കേസിലെ എല്ലാ പ്രതികളും നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ കേസിൽ PV അൻവർ അടക്കമുള്ള 21 പ്രതികളെ പ്രധാന സാക്ഷി കൂറുമാറിയതിനെ തുടർന്ന് കുറ്റവിമുക്തനാക്കിയിരുന്നു. ബാക്കി 4 പേരായിരുന്നു വിചാരണ പൂർത്തിയാക്കാനുണ്ടായിരുന്നത്. 2019, 2020 കാലങ്ങളിലാണ് വിദേശത്തായിരുന്ന ഇവരെ ഇന്റർപോളിന്റെയും മറ്റും സഹായത്തോടെ നാട്ടിലെത്തിക്കുകയും തുടർന്ന് കേസിന്റെ വിചാരണ നടപടികൾ തുടങ്ങുകയും ചെയ്തത്. ആ കേസിലാണ് ഇപ്പോൾ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ അൻവറിനെയും മറ്റുള്ളവരെയും കുറ്റവിമുക്തരാക്കിയ ഈ കോടതിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജിയും മനാഫിന്റെ കുടുംബം ഫയൽ ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. എരുമേലിയിൽ വാപുര ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കം തടഞ്ഞ് പഞ്ചായത്ത്. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള അപേക്ഷ തള്ളിക്കൊണ്ടുള്ള പഞ്ചായത്തിന്റെ ഉത്തരവ് ന്യൂസ് 18 ലഭിച്ചു. പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് ഐക്യകണ്ഠേനയാണ് അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ തള്ളിയത്. വാപുര ക്ഷേത്ര നിർമ്മാണം മതസൗഹാർദ്ദം തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് നിലപാടെടുത്തത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങളും സമാനമായ നിലപാട് സ്വീകരിച്ചു. നിലവിൽ എരുമേലി പഞ്ചായത്തിൽ BJPക്ക് അംഗങ്ങൾ ഇല്ല. എന്തായാലും വാപുര ക്ഷേത്രവുമായി മുന്നോട്ടു പോകാനുള്ള വിവിധ ഹൈന്ദവ സംഘടനകളുടെ നീക്കം ഫലത്തിൽ തടഞ്ഞിരിക്കുകയാണ് എരുമേലി ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 17-ാം തീയതി ചേർന്ന ഒരുപക്ഷെ ഈ പഞ്ചായത്തിന്റെ അവസാന യോഗം ആണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. ഐക്യകണ്ഠേനയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. നിലവിൽ CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ പരിപൂർണമായും പിന്തുണച്ചുകൊണ്ടാണ് ഈ ഒരു ആവശ്യത്തെ നിരാകരിച്ചിരിക്കുന്നത്. BJPക്ക് നിലവിൽ പഞ്ചായത്തിൽ അംഗങ്ങൾ ഇല്ല. എന്തായാലും നിലവിൽ ഈ വാപുര ക്ഷേത്ര നിർമ്മാണം തടയാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലൊരു ക്ഷേത്രം വരുന്നത് അത് എരുമേലി ഒരു മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്, ഇത് തകർക്കാൻ ഇത് ഇടയാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ക്ഷേത്ര നിർമ്മാണം ഫലത്തിൽ തടഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇത് എരുമേലി പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എതിർവശത്തായാണ് ഈ ഒരു നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുകയും മറ്റും ചെയ്തിട്ടുള്ളത്. അതായത് കൊച്ചമ്പലത്തിൽ നിന്ന് വാവർ നടയും കഴിഞ്ഞ് വലിയമ്പലത്തിലേക്കുള്ള വഴി വശത്ത് തന്നെയാണ് ഈ വാപുര സ്വാമി ക്ഷേത്ര നിർമ്മാണം ഫലത്തിൽ നടക്കുന്നത്. അതായത് സംഘപരിവാർ സംഘടനകൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എരുമേലിയിൽ യഥാർത്ഥത്തിൽ വാവരല്ല വാപുരനാണ് എന്ന സങ്കല്പമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിനെതിരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ഹർജികളും ഹൈക്കോടതിയിൽ പോയിരുന്നു. പക്ഷേ ഹൈക്കോടതി ഈ ഹർജി ഫലത്തിൽ തള്ളുകയാണ്. അതായത് ആവശ്യമെങ്കിൽ നിർമ്മാണത്തിനായി പഞ്ചായത്തിനാണ് സമീപിക്കേണ്ടതെന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയും തുടർന്ന് നിർമ്മാണ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിനെ സമീപിച്ചപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി ഫലത്തിൽ ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ദേവപ്രശ്നത്തിലൂടെ ക്ഷേത്ര നിർമ്മാണം വേണമെന്ന ആവശ്യം ഉയരുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഫലത്തിൽ ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി നേരത്തെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് അവിടെ ആരംഭിച്ച ചില ബാലാലയ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ടുള്ള ചില നിർമ്മാണങ്ങൾ അവിടെ അത് നീക്കം ചെയ്യുന്ന സാഹചര്യം ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. അധികൃതർ എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്ര ഭൂതനാഥ ട്രസ്റ്റാണ്, അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയാണ് ഫലത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം 17-നാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. അത് തീർച്ചയായും ഇനി എന്താണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട്, തുടർന്ന് ട്രസ്റ്റിന്റെ നിലപാട് സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ഉൾപ്പെടെ സമീപിച്ചുകൊണ്ട് തുടർ നീക്കങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.